വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, ദെൻ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ, നമ്മൾ ഓൾറെഡി 80 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 81 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ചോദ്യം. ഇതാണ്: എ സൂപ്പർ സീനിയർ സിറ്റിസൺ ഷാൽ ബി ദാറ്റ് ഇൻഡിവിജ്വൽ ഫോർ ദി പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ഹൂസ് ഏജ് ഈസ് മോർ ദാൻ. നമുക്കറിയാം, ടാക്സിലെ സ്ലാബുകൾ വെക്കുമ്പോൾ അല്ലെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏജിൻ്റെ ബേസിൽ നമ്മൾ സ്ലാബിൽ ഡിഫറൻസ് കാണാൻ സാധിക്കും. അതിപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വല്, പിന്നെ സീനിയർ സിറ്റിസൺ, ദെൻ സൂപ്പർ സീനിയർ സിറ്റിസൺ. അപ്പോൾ ഇതിൽ സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ ഏജ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്പർ 1 60 years, നമ്പർ 2 75 years, ദെൻ 80 years, ദെൻ 85 years. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ബിലോ 60 years ആണ് വരിക. ദെൻ സീനിയർ സിറ്റിസൺ 60-നും 80-നും ഇടയിലാണ് വരിക. 80-ന് മേലെ ആകുമ്പോഴാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയാം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ. ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 82. ഹു ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോസർ റീവസ്, ദെൻ NH ബോർഡൻ, ദെൻ വെൻഡൽ ആർ സ്മിത്ത്, നൺ ഓഫ് ദം. നമുക്ക് നോക്കാം. നമ്പർ 1 റോസർ റീവിസ് പറയുന്നുണ്ട്. റോസർ റീവിസ് USP യുണീക് സെല്ലിംഗ് പ്രപ്പോസിഷൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ്, അപ്പോൾ ആളല്ല. NH ബോർഡൻ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് മിക്സ് ആണ് ആളുടെ കോൺട്രിബ്യൂഷൻ, അപ്പോൾ ആളല്ല. ദെൻ വെൻഡൽ ആർ സ്മിത്ത് ആണ് സെഗ്മെന്റേഷൻ കൺസെപ്റ്റ് ആക്ച്വലി കൊണ്ടുവന്നിട്ടുള്ളത്. 1956 ആളുടെ ഒരു ആർട്ടിക്കിള് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആസ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിലാണ് വെൻഡൽ ആർ സ്മിത്ത് സെഗ്മെന്റേഷൻ്റെ കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 82. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 83. വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു ഓഡിറ്റിംഗ്? ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്യാത്തത്. നമ്പർ 1 ട്രയൽ ബാലൻസ്, നമ്പർ 2 ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ദെൻ ഓഡിറ്റ് മെമ്മോറാണ്ടം, പെർമനന്റ് ഓഡിറ്റ് ഫയൽ. ഇതിപ്പോൾ ഈസിയാണ്. ഇതിലിപ്പോൾ BCD എന്നൊക്കെ പറയണത് മൂന്നും ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരാം. ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 84. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എക്സംപ്റ്റ് അപ് ടു നമ്പർ 1 7%, നമ്പർ 2 9.5%, ദെൻ 10%, 12%. നമുക്കറിയാം, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഒരു എക്സംപ്റ്റഡ് ആണെന്നുള്ളതാണ് ചോദ്യം. ഈസി അല്ലേ? 9.5 ആണ് അല്ലേ. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അപ് ടു 9.5% വരെ അത് എക്സംപ്റ്റഡ് ആണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 85. ഇതും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. കൺസീൽമെന്റ് ഓർ ഷോർട്ടേജ് by delaying the recording of cash receipt is known as number 1 misappropriation, then embezzlement, lapping, and none of this. So എന്താണ് കൺസീൽമെന്റ് ഓർ ഷോർട്ടേജ് ബൈ ഡിലേയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ്? എന്താണ് സംഭവം? ഷോർട്ടേജ്, ക്യാഷിൽ ഷോർട്ടേജ് ഉള്ളത് നമ്മൾ മറച്ചു വയ്ക്കുക, ദെൻ അത് റെക്കോർഡ് ചെയ്യാൻ, അതിൻ്റെ റിസീപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാൻ ഡിലേ വരുത്തുക. അതിനെ പറയുന്ന പേരെന്താണ്? നമ്പർ 1 മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഓഫ് അസെറ്റിനെയാണ് നമ്മൾ ആക്ച്വലി മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയാം.
അതല്ല സംഭവം, തെഫ്റ്റ് ഓഫ് അസറ്റ് അല്ല. ഇതിന് എംബസിൽമെന്റ് രണ്ടാമത് പറയുന്നുണ്ട്. അത് റോങ്ഫുൾ അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ എംബസിൽമെന്റ് എന്ന് പറയാം, ടു സം വൺ. ദെൻ ലാപ്പിംഗ് ആണ് ആക്ച്വലി കൺസെപ്റ്റ് വരെ. ലാപ്പിങ്ങിനെയാണ് നമ്മൾ ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഹൈഡിയ, ഷോർട്ടേജ് ഓഫ് ക്യാഷ്, ദെൻ റെക്കോർഡ് ചെയ്യാൻ ഡിലേ വരുത്തുക. ഷോർട്ടേജ് ഓഫ് ക്യാഷ് വരുമ്പോൾ അത് ചിലപ്പോൾ പൈസ വരുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ മറ്റൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അത് കിട്ടുമ്പോൾ ആണ് എന്താണ് ഡിലേ ആക്കിയിട്ടത് റെക്കോർഡ് ചെയ്യുക. അവിടെ ഒരു കള്ളത്തരം നടക്കുകയാണ്. സോ അതിനെയാണ് ഈ പറയുന്ന ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഫണ്ട് ഷോർട്ടേജ് വരുന്നു, അതിൻ്റെ റെക്കോർഡിങ് ഡിലേ ആക്കിയിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഷോർട്ടേജ് ഉള്ളത് ഹൈഡി ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ചോദ്യങ്ങൾ കൂടിയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ജൂനിയർ അക്കൗണ്ടിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.